വിശ്വസിച്ച് അള്ളാഹ് നിരാകാരനാണെന്നും വിശ്വസിക്കാതെ ഇവിടെ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ട് അങ്ങനെ പലതും പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണനും ശൂദ്രനും ഒക്കെ ഉണ്ടായത്. അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾക്കും ജാതീയതക്കും കാരണം അള്ളാഹുവിന് കൈകാലുകൾ ഉണ്ടെന്ന വിശ്വാസമാണ്. അള്ളാഹു കസേരയിലിരിക്കുന്നു, സിംഹാസനത്തിരിക്കുന്നു എന്ന വിശ്വാസമാണ് എന്ന് മുജാഹിദിന്റെ നമ്മുടെ സലഫിയുടെ പക്ഷത്തുള്ള എം അക്ബർ മൗലവി എഴുതിയത് ഹൈന്ദവ ധർമ്മവും ദർശനവും പേജ് 244 വക്കം മൗലവി പറഞ്ഞതും അത് തന്നെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 996 കാലത്ത് പാവപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ വന്ന് ഈ വാഴക്കാട്ട് വെച്ച് അള്ളാഹുവിന് കയ്യുക്കാലുമുണ്ടെന്ന് വാദിക്കുന്നത്, അല്ല കസേരക്ക് മുകളിലാണെന്ന് വാദിക്കുന്നത് അത് ഇസ്ലാമികമല്ലെന്നും അള്ളാഹുവിന്റെ ഖുർആനിന് വിരുദ്ധമാണെന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെതിരാണെന്നും ഒക്കെ പറഞ്ഞപ്പോ അന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ISMന്റെ പ്രവർത്തകരെ, എന്റെ കേസറ്റിന്റെ പകുതി കട്ടിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങളെ നേതാക്കന്മാര് KNM പ്രസിദ്ധീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅയിലുള്ളത് പേരോട് പറഞ്ഞതുപോലെയാണ്. അതുപോലെ നിറ്റ് ഓഫ് ട്രൂത്തിന്റെ പുസ്തകത്തിലുള്ളത് അങ്ങനെയാണ്. MM അക്ബർ വിളിച്ചു പറയുന്നത് ബ്രാഹ്മണന്മാരെ വിശ്വാസമാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇപ്പോൾ നിങ്ങളെ മൗലവിമാര് പച്ച മലയാളത്തിൽ എഴുതി പുസ്തകം അച്ചടിച്ച് വിറ്റ് കാശാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ സത്യത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? ഇനിയെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങളൊക്കെ മുജാഹിദായി മരിച്ചുപോയാൽ പേരോടിന് എന്താണ്? നിങ്ങൾ എല്ലാവരും അല്ലാഹുക്ക് കയ്യും കാലുമുണ്ടെന്ന് വാദിച്ചാൽ പേരോടിന് എന്ത് വരാനാണ്? നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഞങ്ങളെ മൗലവിമാര് എന്തൊക്കെയോ കളവും പറയുന്നു, ഞങ്ങളെ മൗലവിമാര് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെയും എന്തിനു നിങ്ങൾ 2 സമ്മേളനത്തിന് പോകണം? നിങ്ങൾക്ക് ഇനിയെങ്കിലും അതൊന്ന് വിട്ടൊഴിഞ്ഞുകൂടെ? ഞാൻ നിങ്ങൾക്കൊരു കേസറ്റ് കേൾപ്പിക്കട്ടെ. അബ്ദുറഹ്മാനെ സംബന്ധിച്ച് മൗലവി പറയുന്നു തിരുവറിയിൽ ഡോക്ടറേറ്റ് കൊടുക്കേണ്ട അയാൾക്കാണ്. മൗലവി അബ്ദുൽ ലത്തീഫ് മൗലവി ഔദ്യോഗികമായി ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു അതുകൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. ഇത് കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയുടെ കോപ്പിയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം 1974 ജൂൺ 1-9-28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ ആണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം 4-ാമത്തെ പേജിൽ കുനൂത്തിനെ പറ്റി പറയും. എന്താ കുനൂത്തിനെ പറ്റി പറഞ്ഞത്? സുബഹി നമസ്കാരത്തിൽ മാത്രമായി ഒരു കുനൂത്ത് സുന്നത്തില്ല, കറാഹത്താണ്. എന്നാൽ നാസിലത്തിന്റെ അഥവാ ആപത്തിൽ നിന്നും രക്ഷ കിട്ടാനായുള്ള കുനൂത്തിന് ഇത് ബാധകമല്ല. മുജാഹിദ് നമുക്കിവിടെ നാസിലത്ത് വിടാം, അത് വേറെ ചർച്ചയുണ്ട്. എന്നാൽ സുബഹിയിലെ കുനൂത്ത് സുന്നത്തില്ല, അതെന്താണ്? കറാഹത്താണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രബന്ധത്തിൽ എടുത്തു പറഞ്ഞപ്പോൾ എഴുതി അത്ര പറയാൻ ഞാൻ മറന്നു. ആരൊക്കെ അത് ഒപ്പിട്ടത്? മുജാഹിദ് പക്ഷം KP മുഹമ്മദ് മൗലവി മർഹൂം, അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മൗലവി ആമയും PK അലി അബ്ദുൽ മൗലവി, AK അബ്ദുൽ ഖാദർ മൗലവി, MK അലി അക്ബർ മൗലവി ആമയും. 2 ആളുകൾ ഏതായാലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് AK അബ്ദുൽ ഖാദർ മൗലവി, PK അലി. ഈ ആളുകൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു സുബഹിയിലെ കുനൂത്ത് കറാഹത്താണ്. എന്താ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ലാത്തത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. സുബഹിയിലെ കുനൂത്ത് ഒരാൾ ജീവിതകാലം മുഴുവൻ ഓതി, എന്നാലെന്തില്ല ശിക്ഷയില്ല, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്നു മാത്രം. നമ്മൾ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ ശിക്ഷയില്ല, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. മുമ്പോട്ട് തുപ്പിയാൽ ശിക്ഷയില്ല, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് കറാഹത്തിന്റെ വിഷയങ്ങളുണ്ട്. അതിലാണത് വിട. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രബന്ധാവതാരകൻ അവതരിപ്പിച്ചു വന്നിരുന്നു. അത് ഭയങ്കര ആളുകൾ പ്രബന്ധത്തിൽ പറഞ്ഞെന്താണല്ലോ, വേണമെങ്കിൽ അതിവിടെ വിശേഷം വായിച്ചു കേൾപ്പിക്കും. എന്താണ് പ്രബന്ധത്തിൽ പറഞ്ഞത്? അത് സുന്നികളുമായി സംവദിക്കുമ്പോൾ എളുപ്പത്തിൽ വാദപ്രവാദത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് കറാഹത്ത് നേടിയത്. എന്താണ് തമ്പുരാനെ ഈ പറഞ്ഞത്? KP എതിർക്കാർ പറയും റസാഖ് അങ്ങനെ വാദിക്കുന്നു, എനിക്ക് അഭിപ്രായമില്ല. അത്തരം എന്ത് ബാധിക്കണം? ആലോചിക്കണം. മുസ്ലിയാക്കന്മാരോട് രക്ഷപ്പെടാൻ വേണ്ടി എളുപ്പത്തിൽ കഴിച്ചാൻ വേണ്ടി മാർഗം എന്ന നിലക്കാൽ സ്വീകരിച്ചത് അവിടെ അങ്ങനെ പ്രബന്ധത്തിൽ അങ്ങനെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ സംസാരിച്ചപ്പോൾ ഇവിടെയില്ല കോഴിക്കോട് നടന്നിരിക്കുന്ന ജമിയത്തുലമയുടെ യോഗത്തിൽ വെച്ച്, ആ ഗ്രൂപ്പ് യോഗത്തിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ട് വളരെ രസകരമായിരിക്കുന്ന ഒരു ദുർവ്യാഖ്യാനം നടത്തിയിരിക്കുന്നു. ഞാൻ ആ ഭാഗം കൂടി നിങ്ങൾ കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവും. അതിൽ ആദരത്തിന്റെ മുന്നോട്ട് കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ എഴുതിയപ്പോൾ അലി അബ്ദുൽ
ഇത് സെലഫിന്റെ കാസറ്റ് വെച്ചതാ. ഇവിടെ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. കുണ്ടത്തോട് വാദപ്രയോഗത്തിൽ കറാഹത്ത് സുബൈന്റെ പുരോഗതിനെ കുറിച്ച് കറാഹത്ത് എന്ന് എഴുതുവാൻ കാരണം വിധിയിൽ ഇസ്ലാമിന്റെ വിധിഹത്ത് എന്നൊരു വിധിയില്ലാത്തത് കൊണ്ട് വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ജായിസ് ഇങ്ങനെയാണല്ലോ വിധിയുള്ളത്. അപ്പൊ വിധി ചോദിച്ചപ്പോ അത് പറയാൻ വേണ്ടിയിട്ടാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഉരുണ്ടു പറയുകയാണ്. ആരാണ് ഉരുണ്ടു പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, വിധി പറയുന്നുവെങ്കിൽ, വിധിയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ വിധി എന്താ പറയേണ്ടത്? എന്താണ് ആ വിധി പറയേണ്ടത്? കറാഹത്ത് എന്നാണോ? എന്താ കറാഹത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയില്ല. വിദഗ്ധായ ഒരു കാര്യം ചെയ്താൽ ശിക്ഷയില്ല എന്ന് അബ്ദുറഹിമാൻ സലഫിക്ക് വാദമുണ്ടോ? വിദഗ്ധായ ഒരു വിഷയം, ഒരു കാര്യം ചെയ്താൽ ശിക്ഷയില്ല എന്ന് അബ്ദുറഹിമാൻ സലഫിക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് പറയണം. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, വിദഗ്ധായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ വിദഗ്ധയെ കുറിച്ചൊക്കെ താങ്കളുടെ വാദം അത് ചെയ്താൽ ശിക്ഷയില്ല എന്നാണോ? എങ്കിൽ എന്തിനാണ് സുഹൃത്തുക്കളെ വിദഗ്ധർക്കെതിരെ സംസാരിക്കുവാൻ വേണ്ടി ഒരുപാട് സമയം നാം ചെലവഴിക്കുന്നത്? അതുകൂടി മാറ്റി വെച്ചതോ എന്ന് പറഞ്ഞുകൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ നിങ്ങൾ, എത്രമാത്രം വലിയ ഉരുളലുകൾ, എത്രമാത്രം വലിയ ഉരുളലുകൾ. ഇദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു വിധിയില്ലാത്തത് കൊണ്ടാണ് എന്ന്. എന്നാ കേട്ടോളൂ, കുണ്ടത്തോട് വാദപ്രതിവാദത്തിന്റെ തന്നെ 2ാമത്തെയും 3ാമത്തെയും പേജ് വായിക്കുക. ഗുരുവിനെ പറ്റി പറയുന്ന 4ാമത്തെ പേജിലാണ്. അതെങ്കിലും ഒന്ന് പൂർണ്ണമായി വായിച്ചിട്ട് പോരെ ഈ സംസാരത്തിലിറങ്ങാൻ. ദുരുണ്ട് പറയുന്നത് ആരാണ്? ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ഞാൻ സംശയിച്ചു പോകുന്നു, ഇയാൾ എതിർവാദക്കാരോട്, എതിരാളികളോട് സംസാരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളെയും ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് രക്ഷപ്പെടാറുള്ളത് എന്ന് സംശയിക്കേണ്ടി വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വാദഗതികൾ കേട്ടുകൊണ്ട് ആരെങ്കിലും ഇസ്രായേൽ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ തിരിച്ചു പോകുവാനും ഇദ്ദേഹത്തിന്റെ വാദഗതികൾ തന്നെ മതിയാകും. ദുർവ്യാഖ്യാനത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു എന്നാണ് സംശയം. ഇവിടെ കറാഹത്താണെന്ന് പറഞ്ഞാല് അവര് പിന്നെ ഈ പ്രബന്ധത്തിൽ അത് എളുപ്പത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ് എന്ന് വാദിച്ചു. അതുകൊണ്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ വന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ വെച്ച് കോഴിക്കോട് വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നു, കറാഹത്ത് എന്നത് വിധി കിട്ടുകയുള്ളൂ, വിദഗ്ധ വിധി കിട്ടില്ല അതുകൊണ്ടാണ്. എന്നാൽ ഇതേ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിലെ 2ാമത്തെയും 3ാമത്തെയും ഏതെങ്കിലും വായിച്ചുള്ളതെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകുമായിരുന്നില്ല. ചെറുതെ നമുക്കൊരു കൊട്ട്. ഇവിടെ വിദഗ്ധത്തും ഹറാമും കറാഹത്തും വാജിബും സുന്നത്തുമൊന്നും അറിയാത്ത പണ്ഡിതന്മാരല്ലോ മറുഭാഗത്തുള്ളത് എന്ന കാര്യം സങ്കടകരം തന്നെയാണ്. ഇപ്പൊ തിരിച്ചാണ് സങ്കടം തോന്നുന്നത്. വിദഗ്ധ എന്താണെന്നറിയുമോ? കറാഹത്ത് എന്താണെന്നറിയുമോ? ഹറാം എന്താണെന്നറിയുമോ? വിധികൾ എന്താണെന്നറിയാമോ? വാദങ്ങൾ എന്താണെന്നറിയാമോ? ആദർശം എന്താണെന്നറിയാമോ? വ്യതിയാനം എന്താണെന്നറിയാമോ? എന്താ നിങ്ങൾക്കറിയുക? ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്, സുബഹിയിലെ കുനൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഥവാ ഈ ഭാഗത്തുള്ള ഒരാൾക്കും സുബഹിയിൽ കുനൂത്ത് ഓതാമെന്നുള്ള ഒരു വാദമില്ല, അങ്ങനെ ഒരു ധാരണയില്ല. അവർ അങ്ങനെ വാദിച്ചിട്ടില്ല. അങ്ങനെ വല്ല വാദങ്ങളും ഉണ്ടെങ്കിൽ, അത് ബിദ്അത്തല്ല എന്ന വാദമുണ്ടെങ്കിൽ ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റായിരുന്ന ഉമർ മൗലവിക്കാണ് അങ്ങനെ വാദമുണ്ടായിരുന്നത്. അത് കറാഹത്താണ് എന്ന വാദമുണ്ടെങ്കിൽ അത് അലി അബ്ദുൽ ബദരിക്കും അതുപോലെ എ.പി. അബ്ദുൽ ഖാദർ മൗലവിക്കുമാണുള്ളത്. ആർക്കാണ് ആദർശവതിയാണെന്ന് സ്വന്തം പാളയത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് ഉറപ്പുവരുത്തിയിട്ട് പോരെ അങ്ങാടിൽ ഇറങ്ങി ആളുകൾക്ക് മുമ്പിൽ ഇത് കുവി നടക്കാൻ എന്ന് ഞാൻ കൂടെ ചോദിക്കുകയാണ്. ഉത്തരമുണ്ടാവില്ലെന്നറിയാം, എന്നാലും ചോദിച്ചു എന്നേ ഉള്ളൂ. ചോദിക്കുക. അപ്പോ ഇതിപ്പോ മുജാഹിദിന്റെ അബ്ദുൽ ലത്തീഫ് മൗലവി അബ്ദുറഹ്മാൻ സഖ്റഫിയെ സംബന്ധിച്ച് പറഞ്ഞ ഡോക്ടറേറ്റ്, ദുർവ്യാഖ്യാനത്തിലോ ഡോക്ടറേറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോ എന്തായി? അൽഹംദുലില്ലാ, നമ്മൾ വാഴക്കാട്ട് പണിയെടുത്തൊക്കെ മുതലായി. ഞാൻ ഒന്നും കൂടി പറയാം, വിഷയത്തിൽ ഒരുപാട് വിഷയം പറയാനുണ്ട്. ഒറ്റവാക്കിൽ പറയാം. ബഹുമാനപ്പെട്ട കാന്തസ്ഥാദ് ഒരു യാത്ര നടത്തി മനുഷ്യ മനസ്സുകളെ കോർത്തിറക്കാൻ. അശ്വരായി പത്രം 999 നമ്പറിൽ ഉസ്താദിനെ പറ്റി ഒരു കാർട്ടൂൺ വെച്ച്. ആ കാർട്ടൂണാണ് ഒരു വണ്ടി, അതിലൊരു കൊടി, സമസ്തന്റെ കൊടി പിടിച്ചിട്ട് മൊയ്യാരി ഇങ്ങനെ വണ്ടി കയറിയിട്ട് കുറെ മൊയ്യാമാരും തങ്ങന്മാരും ബാക്ക് തുന്തി കൊടുക്കും. അങ്ങനെ കാന്തപുരം ഇങ്ങനെ പോവാ വണ്ടിയിൽ. അപ്പൊ ചോടെ അതാ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ കുറെ താടിക്കാർ, അവരൊക്കെ ഈ വണ്ടിന്റെ ചോടെ ടയറിന്റെ ഉള്ളിൽ, ഈ ചക്രത്തിന്റെ ഉള്ളിൽ അരഞ്ഞിങ്ങനെ പോന്നു. ഉസ്താദ് ഇങ്ങനെ വണ്ടി ഓട്ടിയിട്ട് പോന്നു. മൊയ്യാമാരും തങ്ങന്മാരൊക്കെ ബാക്കിൽ ഇങ്ങനെ മുത്തലിമികൾക്ക് ഉന്തി കൊടുക്കുന്നു. അൽ-ഇസ്ലാഹിൽ കൊടുത്ത ഒരു ചിത്രമാണിത്. സംഗതി ഇങ്ങനെ തന്നെ ആയില്ലേ മക്കളെ? നിങ്ങളെ ആലിമീങ്ങളെ പരിഹസിച്ച്, തങ്ങന്മാരെ നിസാരപ്പെടുത്തി, ഇമാമിങ്ങളെ കുറ്റം പറഞ്ഞ് നടന്ന്
ഇപ്പൊ സംഗതി ഇങ്ങനെ തന്നെ ആയില്ലേ? അതുകൊണ്ട് അഹങ്കാരം ഒഴിവാക്കി ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ ഇതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ് എന്ന് ചിന്തിക്കുന്നത് ഒഴിവാക്കി നമുക്ക് മരിക്കണം എന്ന ചിന്തയോടെ വിഷയങ്ങളെ സമീപിക്കണം. ഞാൻ വിനയത്തോടുകൂടി പറയുന്ന ആരെയും ചീത്ത പറയാനല്ല, തെറി പറയാനല്ല, നമുക്കതിന്റെ ആവശ്യവും ഇല്ല. നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചവരാകണം. അതിനുവേണ്ടി മാത്രം പറയും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ ഇയാളെ നബി അബ്ദുൽ ലത്തീഫ് മൗലവി ഉണ്ടല്ലോ, മറ്റേയാളെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ആൾ, അയാളിപ്പോ പറഞ്ഞു നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, അത് പെണ്ണിനെ ജുമാക്ക് വിളിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല, മറിച്ച് പെണ്ണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈറ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങള് പറഞ്ഞപ്പോ, ഞാനിവിടെ വെച്ച് പ്രസംഗിച്ചപ്പോ അതിനെ ശക്തിയായി എതിർത്ത കക്ഷികള് ഇപ്പോൾ പുസ്തകമിറക്കുന്നു. എന്നിട്ട് പറയുന്നു വിദേശത്തുള്ള ഇബ്നു ബാസും അതുപോലെ മറ്റുള്ള അബ്ദുൽ ഉസ്മാൻ, മറ്റുള്ള എല്ലാ ആളുകളും, സാലിഹ് ഇബ്നു ഉസൈമീനും അങ്ങനത്തെ വിദേശത്തുള്ള സലഫികൾ മുഴുവനും ഇവിടുത്തെ കേരളത്തിലെ സുന്നികൾ പറയുന്നത് പോലെ സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. കേട്ടോളി. സ്ത്രീകൾക്ക് പള്ളിപ്രവേശം ഉത്തമമോ? സ്ത്രീകളെ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കുന്നു. അതൊരു പ്രധാന സുന്നത്താണെന്ന് പറയുകയും ചെയ്യുന്നു. അതിന്റെ പേരിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് പറയുന്ന സമസ്തക്കാരുമായി നാം പോരാടുന്നു. സ്ത്രീകൾക്ക് പള്ളിയേക്കാൾ വീടാണ് ഉത്തമമെന്ന് വാദിക്കാറുള്ള സംസ്ഥാന സുന്നികളെയും നാം നേരിടുന്നു. എന്നാൽ സംസ്ഥാനക്കാരുടെ വാദം തന്നെയാണ് ഗൾഫിലെ സെൽഫികളുടെയും വാദം എന്ന വസ്തുത രസകരമാണ്. ആയിരിക്കാ രസോ? ചോദ്യം: വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ കഴിയാത്ത സ്ത്രീകൾ വീട്ടിൽ നിന്ന് 2 റക്അത്ത് ജുമഅ നിസ്കരിച്ചാൽ മതിയാവുമോ? അവര് 4 റക്അത്ത് ളുഹറാണോ നിസ്കരിക്കേണ്ടത്? ഉത്തരം: സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് തങ്ങളുടെ വീടാണ് ഉത്തമം. കാരണം സ്ത്രീ ഒരു ഫിത്നയാണ്, അവൾ പുറത്തിറങ്ങുന്നത് മൂലം ദൂഷ്യങ്ങൾക്ക് വിധേയമാവുന്നു. എന്നാ ഇങ്ങനെയാണ് പോലും റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എന്നാൽ അവൾ ഇമാമിന്റെ കൂടെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ അവളുടെ ജുമാ നമസ്കാരം സാധുവാണ്. അവൾ ദുഹർ നിസ്കരിക്കേണ്ടതില്ല. വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ദുഹറാണ് നിസ്കരിക്കേണ്ടത്, ജുമായല്ല. സൗദിയിലെ പണ്ഡിത സമിതി ഫത്വ 16329. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ശത്തിരി, നമുക്ക് സുപരിചിതനായ ഷെയ്ഖ് അബ്ദുല്ലാഹി നസ്സബത്ത് തുടങ്ങിയവരുടെ നിസ്കാരത്തെ കുറിച്ചുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരം സൗദി അറേബ്യയിലെ പണ്ഡിത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ഒരു അധ്യായത്തിന്റെ വിവർത്തനം ഇവിടെ പകർത്തുന്നു. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനുള്ള ആഹ്വാനം. അബീ ഹുമൈദ് സാഇദിയുടെ പത്നി ഉമ്മു ഹമീദിൽ നിന്ന് നിവേദനം. അവർ നബിയുടെ സമീപത്ത് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ താങ്കളോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി പറഞ്ഞു, നീ എന്നോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വീടിന്റെ ഭദ്രമായ മുറിയിൽ നീ നിസ്കരിക്കുന്നതാണ് നിന്റെ വീട്ടിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം. നിന്റെ വീട്ടിലുള്ള നമസ്കാരമാണ് നിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം. നിന്റെ മതിൽക്കെട്ടിനകത്ത് നീ നിസ്കരിക്കുന്നതാണ് നിന്റെ നാട്ടുകാരുടെ പള്ളിയിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം. നിന്റെ നാട്ടുകാരുടെ പള്ളിയിലുള്ള നിസ്കാരമാണ് എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. പിന്നീട് അവൾ വീട്ടിന്റെ അകത്തളത്തിൽ ഏറ്റവും അന്ധകാരമുള്ള സ്ഥലത്ത് നമസ്കരിക്കാനുള്ള മസ്ജിദ് തയ്യാറാക്കുകയും മരണം വരെ അവിടെ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. അഹ്മദ് അൽബാനി ഈ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ അൽബാനി എന്നറിയോ? വാഴക്കാട്ടെ പണ്ടത്തെ പ്രസംഗത്തിൽ സെലഫി കാര്യമായി ഉദ്ധരിച്ച ആളാ അൽബാനി. ആ അൽബാനിയുടെ തലാഖുൽ അൽബാനി അവിടെ വായിച്ചതായിരുന്നു. ആ അൽബാനിയെ പറ്റി ശബാബ് എഴുതിയതെന്താ? ഹദീസിന്റെ കാര്യത്തിൽ അൽബാനി പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അപ്പൊ ആ അൽബാനിയാണ് ഈ ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞത്, സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞത്. കഴിഞ്ഞില്ല. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. നബി പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത്, അവരുടെ വീടാണ് അവർക്ക് ഉത്തമം. അബൂദാവൂദ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, സ്ത്രീ ഔറത്താണ്. അവൾ പുറത്തിറങ്ങിയാൽ പിശാച് അവളിലേക്ക് കണ്ണുയർത്തുന്നു. അവളുടെ വീടിന്റെ അകത്തളങ്ങളിലാകുമ്പോഴാണ് അവൾ നാഥനോട് ഏറ്റവും അടുത്തയാളാവുക. തബ്റാനി. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീ പള്ളിയിലേക്ക് വന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദാസി, നീ എങ്ങോട്ട് പോകുന്നു? അവൾ പറഞ്ഞു, പള്ളിയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, നീ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പൂശിയാൽ പള്ളിയിൽ പോയാൽ അവൾ കുളിക്കുന്നത് വരെ അവളുടെ നമസ്കാരം സ്വീകാര്യമല്ല എന്ന് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇബ്നു മാജ. നിങ്ങൾ വീട്ടിലേക്ക് പോവുക, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച അബ്ദുള്ള സ്ത്രീകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നത് ഞാൻ കണ്ടതായി അബൂ അംർ ശൈബാനി പറയുന്നു. തബ്റാനി. ഈ അബ്ദുള്ള എന്നുള്ള സ്ഥലത്ത് മനഃപൂർവ്വം റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയതാ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന മഹാനായ സഹാബിയാണ്. ഈ ഹദീസിന്റെ പരമ്പര ശരിയാണെന്ന് ഹൈതമി പറഞ്ഞിട്ടുണ്ട്. മജ്മൂഅത്തുർ റസായിൽ ഫി സ്വലാത്ത് പേജ് 216 217. ദീർഘകാലമായി കേരളത്തിലെ മുജാഹിദുകൾ വളരെ പ്രാധാന്യപൂർവ്വം ആഹ്വാനം ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്ത സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെ കുറിച്ച് ഗൾഫ് സലഫികളുടെ വീക്ഷണമാണ് നാം വിശദീകരിച്ചത്. മുജാഹിദ് പണ്ഡിതർ തെളിവുകൾ ശരിക്കും നിരത്തി ഹുജ്ജത്ത് പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടുന്ന വിഷയത്തിലെ അന്തരമാണ് ഇതിൽ നിന്ന് പ്രത്യക്ഷമായത്. സമസ്താന സുന്നികളോട് ഖണ്ഡന മണ്ഡനവും വാദപ്രതിവാദവും നടത്താൻ നാം തയ്യാറാകുന്ന ഒരു വിഷയമാണിത്. പക്ഷേ ഗൾഫ് സലഫികളുടെ മുമ്പിലെത്തുമ്പോൾ വാദപ്രതിവാദം നടത്താൻ നാം മറന്നുപോകുന്നു. ഞാനിന്റെ നേതാവാ പറയുന്ന ആചാര ഗ്രൂപ്പാ പറയുന്നത്. ഗൾഫ് സലഫികളുടെ മുമ്പിലെത്തുമ്പോൾ വാദപ്രതിവാദം നടത്താൻ മറന്നുപോവുക. ഈ അബ്ദുറഹ്മാൻ സലഫി ഗൾഫ് പോക്കില്ലേ, അവിടുന്ന് വാദപ്രതിവാദം നടത്താത്ത എന്താ? അയാൾ പറയാ, സ്ത്രീകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി നാം പ്രവർത്തിച്ച ഇതര പ്രവർത്തനങ്ങളെയും ഗൾഫ് സലഫികൾ നിഷിദ്ധങ്ങളോ അനഭിനിഷങ്ങളോ ആയിട്ടാണ് വീക്ഷിക്കുന്നത്. ഗൾഫ് സലഫികളും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ മൗലികമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്ന് വാദിക്കുന്നവർ ഇതൊന്നും അറിയാത്തവരല്ല എന്നത് ഖേദകരമാണ്. എന്നിട്ട് കഴിഞ്ഞോ? ഒന്നും കഴിഞ്ഞില്ല. എനിക്കെട്ടോളി. സ്ത്രീകൾ ഔദ്യോഗിക ഭരണരംഗങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ജുഹയ അൽമനാർ അഭിമാനപൂർവ്വം എഴുതുന്നത് നോക്കുക. മതപ്രബോധന രംഗത്തും ഉദ്യോഗ ഭരണ നിർവഹണ രംഗങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം ധാരാളമാണ്. സ്ത്രീകളെ ഈ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനം മാത്രമാണെന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അൽമനാർ 2001 സെപ്റ്റംബർ പേജ് 40. ഉദ്യോഗ രംഗത്തും ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് പോലും പ്രവർത്തിക്കുന്ന വനിതകളുടെ സഹപ്രവർത്തകർ മിക്കയിടങ്ങളിലും പുരുഷന്മാരാണ്. ഇത്തരം വിദ്യാഭ്യാസം മാത്രമല്ല, ജോലികളും നിഷിദ്ധമാണെന്നാണ് സലഫി പണ്ഡിതർ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികൾ സ്ത്രീകളെ ഉദ്യോഗങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ ഗൾഫ് സലഫികൾ അതിനെ സ്വാഗതം ചെയ്തത് വിസ്മരിക്കാറായിട്ടില്ല. കാരണം വനിതകൾ പുരുഷന്മാരുടെ സാന്നിധ്യമുള്ളിടത്ത് ജോലി ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന താലിബാന്റെ നിലപാടിനോട് ഗൾഫ് സലഫികളും യോജിക്കുന്നു. പുരുഷന്മാർ സഹപ്രവർത്തകരായുള്ളിടത്ത് മുസ്ലിം സ്ത്രീകൾ ജോലി ചെയ്യാവതല്ല എന്ന സലഫികളുടെ വീക്ഷണം ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് നേരത്തെ നാം സൂചിപ്പിച്ച കൃതിയിൽ വിശദമാക്കിയിട്ടുണ്ട്. പുറത്തിറങ്ങലും അതിലെ അഭിപ്രായങ്ങളും എന്ന കൃതി പേജ് 1035. നമ്മുടെ പഞ്ചായത്ത് വാർഡ് മുതൽ ഭരണരംഗത്തുള്ള വനിതകളുടെ പ്രവർത്തനങ്ങളും ഗൾഫ് സലഫികളുടെ വീക്ഷണത്തിൽ നിഷിദ്ധമാണെന്ന് പറയേണ്ടതില്ല. കാരണം വോട്ട് ചോദിക്കുന്നിടത്തും പൊതുയോഗ സ്ഥലത്തും പഞ്ചായത്ത് ഓഫീസിലും ഭരണരംഗത്തുമെല്ലാം പുരുഷന്മാര് സഹപ്രവർത്തകരായി ഉണ്ടാവുമല്ലോ. ഗൾഫ് സലഫികളുടെ വീക്ഷണത്തിൽ അവയെല്ലാം തനി നിഷിദ്ധം തന്നെ. അപ്പൊ ഗൾഫ് സലഫികൾക്ക് ഒരു ഖുർആൻ, കേരള സലഫികൾക്ക് വേറൊരു ഖുർആൻ. ഗൾഫ് സലഫികൾക്ക് ഒരു സുന്നത്ത്, കേരള സലഫികൾക്ക് വേറൊരു സുന്നത്ത്. ഇതാണോ ഇസ്ലാം മതം? ഇങ്ങനെ ഓരോ നാട്ടിൽ ഓരോ മതവും, അതാ ഇസ്ലാം മതം. എന്നിട്ട് കുതന്ത്രങ്ങൾ വരെ നുണപറയൽ മത്സരം സംഘടിപ്പിക്കും. എന്നിട്ട് റെക്സോണസൊക്കെ സമ്മാനം. ഇതാ ഇസ്ലാം ദീന്റെ പ്രവർത്തനം, ഇതാ ദഅവ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, എന്താണ് അബ്ദുറഹ്മാൻ സലഫി എന്റെ വെല്ലുവിളി അറിയോ? സുബ്ഹാനല്ലാഹ്. ഞാൻ കുറ്റിയാടിന് വായിച്ച് മുപ്പര് എന്റെ മുമ്പിൽ ഇവിടുന്ന് കുടുങ്ങി. അതെല്ലാവർക്കും അറിയാം. അഹ്സാബുൽ ലദാത്തിന്റെ സർവ്വ ലദ്ദത്തും അതിന്റെ മുഴുവൻ കിസ്മുകളും. അഹ്സാബുൽ ലദാത്തിന്റെ അർത്ഥം രസത്തിന്റെ വകുപ്പുകൾ. അപ്പൊ അതിന്റെ എല്ലാ രസവും മൂപ്പര് അനുഭവിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു കൊണ്ടുപോകും. അഹ്സാബുൽ ലദാത്ത് എന്നൊരു ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞൊരു ഉദ്ധരണി ഉദ്ധരിച്ച് ഞാൻ അഹ്സാബുൽ ലദാത്ത് എന്ന ഗ്രന്ഥം കൊണ്ടുവന്ന് വായിക്കാൻ പറഞ്ഞു. അവസാനം അഹ്സാബുല്ല ലദാത്തുമില്ല മൗലവിയുമില്ല. അങ്ങനെയൊക്കെ ആയി. അവർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. എന്നാൽ അഹ്സാബുൽ ലദാത്തിൽ നിന്ന് ഇമാം റാസിയുടെ ഉദ്ധരണി എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് പലതും വായിച്ചു. എന്നിട്ട്
ഞാൻ അതിനെപ്പറ്റി എല്ലാ വിശദീകരിച്ചു വന്ന് പറഞ്ഞതാ. എന്നിട്ട് അയാൾ ഇങ്ങനെ പിന്നെയും പല സ്ഥലത്തും പോയിട്ട് പാലക്കാട്ട് വെച്ച് പേരോട് കുടുങ്ങി, പാലക്കാട്ട് വെച്ച് പേരോട് കുടുങ്ങി എന്ന് പറഞ്ഞ് നടന്ന്. അപ്പൊ എന്തുണ്ടായിന്നറിയോ, ഇപ്പോ ഇയാള് ഒരു യോഗത്തിൽ ഇയാള് പറഞ്ഞേ, നമ്മള് സുന്നികളൊക്കെ കാഫിര്യങ്ങളാണ്, ആ കാഫിര്യങ്ങളായ സുന്നികൾ അർത്ഥം തിന്നാൻ പറ്റൂല. പിന്നെ ഈ ഔലിയാക്കളെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അവര് മരിച്ചാല് അവരുടെ ആ സ്വത്തവകാശം എടുക്കാൻ പറ്റൂല. നമ്മളെ മൈതാനിൽ അവരെയും മറവിയിലൂടാ, നമ്മളെ മൈതാനി അവരെ മൈതാനിൽ നമ്മളെയും മറമാടിക്കൂടാ. ഇതൊക്കെ മുജാഹിദിന്റെ സെലഫിന്റെ ശരിയായ ആശയം. അതൊക്കെ ഇപ്പൊ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചത് സംവാദത്തിൽ ഒളിച്ചോടിയ കഥ. ഈ കഥ മുജാഹിദിന്റെ നേതാക്കന്മാർ പറയാ കഥ. ഈ കഥയിൽ നിങ്ങൾക്ക് കാണാം, നമ്മളെ പോലത്തെ ഈ സുന്നികളുണ്ടല്ലോ, ഔലിയാക്കളെ അമ്പിയാക്കളൊക്കെ വിളിക്കുന്ന സുന്നികൾ, അവരെ പറ്റി എന്താണ് സെലഫികളുടെ അഭിപ്രായം, അത് ഇതിൽ പറയുന്നുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസ നടത്തുകയും അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യസ്ഥരെ നിശ്ചയിക്കുകയും ചെയ്യുന്നതെല്ലാം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളായി എണ്ണുന്നു. അവ ചെയ്യുന്നവർ കാഫിറുകളാണ്. അതിനാൽ അവരോട് അമുസ്ലിങ്ങളോടെന്ന വണ്ണം പെരുമാറേണ്ടതാണ്. അവരുമായി വിവാഹബന്ധങ്ങൾ നടത്തുന്നതും അവർക്ക് അനന്തരാവകാശം നൽകുന്നതും അവരുടേത് സ്വീകരിക്കുന്നതുമെല്ലാം നിഷിദ്ധങ്ങളാണ്. അവരുടെ പിന്നിൽ നമസ്കരിക്കാവതല്ല, അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാവതുമല്ല. നമ്മുടെ ശ്മശാനങ്ങളിൽ അവരെയും അവരുടെ ശ്മശാനങ്ങളിൽ നമ്മിൽപ്പെട്ടവരെയും മറവ് ചെയ്യാവതല്ല. ഇങ്ങനെയാണ് സലഫികളുടെ ആശയം എന്ന് നമ്മളെ ഹാജി ഗ്രൂപ്പിന്റെ ആളുകൾ മറുപടി പ്രബന്ധത്തിൽ പറഞ്ഞു. വീണ്ടും തുടരുന്നു. ഗൾഫിലെ സലഫികളും നാമും തമ്മിൽ വിശ്വാസ രംഗത്തു തന്നെയുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് മാത്രമാണ് നാം ഇവിടെ അനാവരണം ചെയ്തത്. അള്ളാഹുവേതരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കാഫിറുകളാണെന്ന് ഗൾഫിലെ സലഫികൾ പറയുന്നു. കേരളത്തിലെ മുജാഹിദുകൾ അവർ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. പിന്നെ അത് അർഹിക്കുന്നത് അവരുമായി സൗഹൃദ വേദികൾ പങ്കിടുകയും അവരെ ഇമാമാക്കി നിസ്കരിക്കുകയും ചെയ്യുന്നു. എന്നാ മുജാഹിദിന്റെ മറുപടി പറഞ്ഞ തനിശിർക്കരാണെങ്കിൽ തുടരാൻ പറ്റൂല. 1921 നവംബറിലുള്ളത്, അൽമനാറിലുള്ളത് 1980 ജനുവരിയിൽ ശിർക്ക് ചെയ്യുന്നവരെ തുറന്ന് നിസ്കരിച്ചുകൂടാന്ന ഇതൊക്കെ ഇപ്പൊ മൂടിയൊക്കെ അതിരിക്കട്ടെ. എന്നിട്ട് അവസാനയിൽ പറയാം, ഇതിനെപ്പറ്റി മറുപടി പ്രബന്ധത്തിൽ പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ സലഫിന്റെ കക്ഷികള് അതിന് മറുപടി പറയാൻ കഴിയാതെ കുടുങ്ങി പോലും. അതിനെപ്പറ്റി പറയാം. മറുപടി പ്രബന്ധത്തിലെ വാചകങ്ങൾ ആദർശ വ്യതിയാന ആരോപകരെ തെല്ലൊന്നുമല്ല കുഴക്കിയത്. തറാവീഹിന്റെ റക്കയത്തുകളുടെ എണ്ണം, സ്ത്രീജുമോ ജമാഅത്ത്, വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക് തുടങ്ങിയവ ആരോപകർ നിസ്സാര അഭിപ്രായ വ്യത്യാസങ്ങളായി തള്ളുകയും, എന്നാൽ സമസ്തക്കാരെ പോലുള്ളവരോടുള്ള ഗൾഫ് സലഫികളുടെ സമീപനത്തിലുള്ള നമ്മുടെ വിയോജിപ്പിന്റെ മുമ്പിൽ ആരോപകർ പകച്ചു നിൽക്കുകയും ചെയ്യുന്നു. അത് നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുകയില്ലല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോപകർ കണ്ടെത്തിയ മാർഗം ചുകുത്സാവഹമാണ്. അവർ 23/5/2001 മുജാഹിദ് സെന്ററിൽ അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ അവസാന ഭാഗത്ത് ഗൾഫ് സലഫികൾക്ക് ഇല്ലാത്ത വാദമാണ് അവരെ സംബന്ധിച്ച് പ്രബന്ധത്തിൽ എഴുതിയതെന്ന് അവർ ആരോപിച്ച് കളഞ്ഞു. 26/5/2001 പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ വെച്ചൊരു ചർച്ച നടന്നു. ഗൾഫ് സലഫികളുടെ ഖബറാരാധകരോടുള്ള സമീപനത്തെക്കുറിച്ച് അതിൽ അവതരിച്ച ആരോപകരുടെ പ്രബന്ധത്തിൽ പറഞ്ഞത് മുഴുവനും വ്യാജമാണെന്നും അതിനു മാത്രമായ ഒരു സംവാദം നടത്താൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് സംസാരിച്ച ജനാബ് അബ്ദുറഹ്മാൻ സലഫി സംവാദത്തിന് ഒരുക്കമാണെന്ന് അവിടെ അറിയിച്ചു. ചർച്ചയുടെ അവസാനത്തിൽ KNM സംസ്ഥാന അധ്യക്ഷൻ ജനാബ് TP അബ്ദുൽ മദനി സംവാദം നടത്താൻ അനുവദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ പലതും കടന്നുപോയി. ജനാബ് അബ്ദുറഹ്മാൻ സലഫി ഇത് സംബന്ധിച്ച് സംവാദം നടത്താൻ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടാകാത്തതിനാൽ 1/7/2001 ജനാബ് അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാനൊരു കത്തയച്ചു. അതിന്റെ പൂർണ്ണരൂപം താഴെ ചേർക്കുന്നു. മുജാഹിദിന്റെ മൗലവി മറ്റേ മൗലവിക്ക് ഒരു കത്ത്. ബഹുമാന്യന സ്നേഹിതൻ അബ്ദുറഹ്മാൻ സലഫിക്ക് MI മുഹമ്മദ് ഇവരെ കാഫിറുകളായി മുജാഹിദ് പ്രസ്ഥാനം കാണുന്നില്ല. അവരോടുള്ള വ്യവഹാരങ്ങളിൽ അമുസ്ലിങ്ങളോട് എന്ന പോലെ പെരുമാറുന്നുമില്ല. എന്നാൽ ഗൾഫ് സലഫികൾ ഉപരിസൂചിത ശിർക്കുകൾ ചെയ്ത കാഫിറുകളായി കാണുന്നു.
അവരോടുള്ള ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും അവിശ്വാസികളുള്ള നിലപാട് തന്നെ സ്വീകരിക്കണമെന്നും പറയുന്നു. അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കുന്നതും അവരെ മുസ്ലിം ശ്മശാനങ്ങളിൽ മറവ് ചെയ്യുന്നതും അവരുടെ അനന്തരാവകാശം സ്വീകരിക്കുന്നതും അവരെ അറുത്തത് തിന്നുന്നതും അവരുമായി വിവാഹം നടത്തുന്നതുമെല്ലാം ഗൾഫ് സലഫികൾ നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ളവർ ഇതാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഞങ്ങളുടെ ഒന്നാം പ്രബന്ധത്തിൽ ഞങ്ങൾ രേഖാമൂലം തെളിയിച്ചിരുന്നു. നിങ്ങളുടെ രണ്ടാം പ്രബന്ധത്തിൽ അതിനെയെല്ലാം ഖണ്ഡിച്ചെന്ന് വരുത്തി പുകമറയിലൂടെ രക്ഷപ്പെടാൻ വിപുല ശ്രമം നടത്തിയിരിക്കുന്നു. 26/5/2001 മദീനത്തുൽ ഉലൂമിൽ വെച്ച് നടന്ന ചർച്ചയിൽ അക്കാര്യത്തിൽ ഒരു സംവാദം നടത്താനുള്ള എന്റെ സന്നദ്ധത ഞാൻ വെളിപ്പെടുത്തുകയും താങ്കളും തയ്യാറാണെന്ന് താങ്കൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിനുള്ള അനുവാദം ടി.പി. അബ്ദുൽ കോയ മദനി നൽകുകയും ചെയ്തു. ഉപരിസൂചിത വിഷയത്തിൽ സംവാദം നടത്താനുള്ള എന്റെ സന്നദ്ധത ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതിനാൽ അതിനെ സംബന്ധിച്ചൊരു സംവാദം ജമിയത്തുൽ ഉലമ മുമ്പാകെയോ അല്ലെങ്കിൽ നാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സ്ഥലത്ത് വെച്ചോ നടത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. സത്യത്തിന്റെ വക്താക്കളാവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം MI മുഹമ്മദ് അലി സുല്ലമി, ലെക്ചറർ, അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, കുനിയിൽ. അബ്ദുറഹ്മാൻ സലഫിക്ക് മറ്റേ പോലും ഇത് കത്ത. ഈ കത്തിന്റെ മറുപടിക്കായി ഒരു മാസത്തിലേറെ കാത്തിരുന്നു. ഫലമുണ്ടായില്ല, ഉണ്ടാവുകയും ഇല്ല. അബ്ദുറഹ്മാൻ സലഫില്ലേ? പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 4/8/2001 ഞാൻ അബ്ദുറഹ്മാൻ സലഫിക്ക് വീണ്ടും കത്തയച്ചു. അല്പം സുദീർഘമായ എഴുത്തിന്റെ അവസാന ഭാഗം ഇപ്രകാരമായിരുന്നു: ഒരു മാസക്കാലമായിട്ടും താങ്കളുടെ മറുപടി ലഭ്യമായിട്ടില്ല, അതിനാൽ വീണ്ടും ഒരുക്കമാണെന്ന് അവിടെ അറിയിച്ചു. വാർത്തയുടെ അവസാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ പണ്ഡിതർ കാര്യങ്ങൾ ഗ്രഹിക്കാനും വാദം നടത്താൻ അനുവദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ പലതും കടന്നുപോയി. ജനാബ് അബ്ദുറഹ്മാൻ സലഫി ഇത് സംബന്ധിച്ച് സംവാദം നടത്താൻ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടാകാത്തതിനാൽ 1/7/2001 ജനാബ് അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാനൊരു കത്തയച്ചു. അതിന്റെ പൂർണ്ണരൂപം താഴെ ചേർക്കുന്നു. മുജാഹിദിന്റെ മൗലവി മറ്റേ മൗലവിക്ക് ഒരു കത്ത്. ബഹുമാന്യന സ്നേഹിതൻ അബ്ദുറഹ്മാൻ സലഫിക്ക് MI കാക്ഷിച്ചുകൊണ്ട് ചർച്ചകളും ബലികർമ്മങ്ങളും നടത്തുക തുടങ്ങിയ ശിർക്കുകൾ നമ്മുടെ നാട്ടിലെ പണ്ഡിതരുടെ സാന്നിധ്യത്തിലോ മറ്റോ സംവാദത്തിന് സ്ഥാനം കാണുന്നില്ല. അവരോടുള്ള വ്യവഹാരങ്ങളിൽ അമുസ്ലിങ്ങളോട് എന്ന പോലെ പെരുമാറുന്നുമില്ല. എന്നാൽ ഗൾഫ് സലഫികൾ ഉപരിചിത ശിർക്കുകൾ ചെയ്ത കാഫിറുകളായി കാണുന്നു. അവരോടുള്ള ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും അവിശ്വാസികളുള്ള നിലപാട് തന്നെ സ്വീകരിക്കണമെന്നും പറയുന്നു. അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കുന്നതും അവരെ മുസ്ലിം ശ്മശാനങ്ങളിൽ മറവ് ചെയ്യുന്നതും അവരുടെ അനന്തരാവകാശം സ്വീകരിക്കുന്നതും അവരെ അറുത്തത് തിന്നുന്നതും അവരുമായി വിവാഹം നടത്തുന്നതും എല്ലാം ഗൾഫ് സലഫികൾ നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ളവർ ഇതാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഞങ്ങളുടെ ഒന്നാം പ്രബന്ധത്തിൽ ഞങ്ങൾ രേഖാമൂലം തെളിയിച്ചിരുന്നു. നിങ്ങളുടെ രണ്ടാം പ്രബന്ധത്തിൽ അതിനെയെല്ലാം ഖണ്ഡിച്ചെന്ന് വരുത്തി പുകമറയിലൂടെ രക്ഷപ്പെടാൻ വിപുല ശ്രമം നടത്തിയിരിക്കുന്നു. 26/5/2001 മദീനത്തുൽ ഉലൂമിൽ വെച്ച് നടന്ന ചർച്ചയിൽ കാര്യത്തിൽ ഒരു സംവാദം നടത്താനുള്ള എന്റെ സന്നദ്ധത ഞാൻ വെളിപ്പെടുത്തുകയും താങ്കളും തയ്യാറാണെന്ന് താങ്കൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിനുള്ള അനുവാദം ടി.പി. അബ്ദുൽ കോയ മദനി നൽകുകയും ചെയ്തു. ഉപരിസൂചിത വിഷയത്തിൽ സംവാദം നടത്താനുള്ള എന്റെ സന്നദ്ധത ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതിനാൽ അതിനെ സംബന്ധിച്ചൊരു സംവാദം ജമിയത്തുൽ ഉലമ മുമ്പാകെയോ അല്ലെങ്കിൽ നാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സ്ഥലത്ത് വെച്ചോ നടത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. സത്യത്തിന്റെ വക്താക്കളാവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം MI മുഹമ്മദ് അലി സുല്ലമി, ലെക്ചറർ, അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, കുനി. അബ്ദുറഹ്മാൻ സലഫിക്ക് മറ്റേ പോലും ഇത് കത്ത. ഈ കത്തിന്റെ മറുപടിക്കായി ഒരു മാസത്തിലേറെ കാത്തിരുന്നു. ഫലമുണ്ടായില്ല, ഉണ്ടാവുകയും ഇല്ല. അബ്ദുറഹ്മാൻ സലഫില്ലേ? പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 4/8/2001 ഞാൻ അബ്ദുറഹ്മാൻ സലഫിക്ക് വീണ്ടും കത്തയച്ചു. അല്പം സുദീർഘമായ എഴുത്തിന്റെ അവസാന ഭാഗം ഇപ്രകാരമായിരുന്നു: ഒരു മാസക്കാലമായിട്ടും താങ്കളുടെ മറുപടി ലഭ്യമായിട്ടില്ല, അതിനാൽ വീണ്ടും ഒരുക്കമാണെന്ന് അവിടെ അറിയിച്ചു. വാർത്തയുടെ അവസാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ പണ്ഡിതർ കാര്യങ്ങൾ ഗ്രഹിക്കാനും വാദം നടത്താൻ അനുവദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ പലതും കടന്നുപോയി. ജനാബ് അബ്ദുറഹ്മാൻ സലഫി ഇത് സംബന്ധിച്ച് സംവാദം നടത്താൻ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടാകാത്തതിനാൽ 1/7/2001 ജനാബ് അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാനൊരു കത്തയച്ചു. അതിന്റെ പൂർണ്ണരൂപം താഴെ ചേർക്കുന്നു. മുജാഹിദിന്റെ മൗലവി
ബഹുമാന്യന സ്നേഹിതൻ അബ്ദുറഹ്മാൻ സലഫിക്ക് MI തെളിവുണ്ടിരുന്നു. നുണ പറയൽ ജിഹാദിന്റെ ഒരു ഭാഗമാണെന്നും അതിന് റക്സോണ സോപ്പ് സമ്മാനവും കൊടുക്കുന്ന ഈ ഔലിയാക്കള് ഇവരെ കൊണ്ട് അള്ളാഹ് ഒടുങ്ങിയിട്ടുണ്ടാവുക. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എന്റെ സഹോദരന്മാരെ, ഞാൻ നീട്ടുന്നില്ല. ഒരു മാസപ്പറവിയുടെ പ്രശ്നത്തിൽ എത്ര ഭിന്നതയാ സമുദായത്തിൽ ഉണ്ടാക്കിയത് എന്നും പറയുന്നു. അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കുന്നതും പറഞ്ഞു ശ്മശാനങ്ങളിൽ മറവ് ചെയ്യുന്നതും അവരുടെ അനന്തരാവകാശം സ്വീകരിക്കുന്നതും അവരെ അറുത്തത് തിന്നുന്നതും അവരുമായി വിവാഹം നടത്തുന്നതും എല്ലാം ഗൾഫ് സലഫികൾ നിഷിദ്ധീകരിച്ചു. ശൈഖ് ഇബ്നു ബാസിനെ പോലെയുള്ളവർ ഇതാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഞങ്ങളുടെ ഒന്നാം പ്രബന്ധത്തിൽ ഞങ്ങൾ രേഖാമൂലം തെളിയിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു അത് പറ്റൂല, കണക്ക് നോക്കണം. 26/5/2001 ഇമാം ഷാഫി ബാബിനെ വിട്ടിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയല്ല സ്വീകരിച്ചത്, മുഹമ്മദ് അബ്ദുവിനെയല്ലേ സ്വീകരിച്ചത്, ബഷീദിനെയല്ലേ സ്വീകരിച്ചത്. എന്നാൽ അവരോട് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ? അതുമില്ല. കാരണം അവരൊക്കെ മൗലൂദ് തോന്നുന്നവരായിരുന്നു. അപ്പൊ അവരും ഞാനുള്ള എന്റെ സന്നദ്ധത ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതിനാൽ അതിനെ സംബന്ധിച്ചൊരു സംവാദം ജമിയത്തുൽ ഉലമ മുമ്പാകെയോ അല്ലെങ്കിൽ നാം ചർച്ചയിൽ പിന്തുടർന്നിട്ട് എന്തായി എഴുതി ഞാൻ താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. സത്യത്തിന്റെ വക്താവളാക്കളാവാൻ മാസം കണ്ടാ നോമ്പെടുക്കണോ എന്നുള്ളതാണ് ആ സെൽഫികൾ പറയുന്നത്. അൻവാറുൽ ഇസ്ലാം കോളേജ് കുനി പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന ഒരു രംഗം തന്നെയാണിത്. ശാസ്ത്രം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാസപ്പിറവി കണ്ടാലത് സ്വീകരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് പോലുള്ളവർ തങ്ങളുടെ ഒട്ടേറെ ഫത്വകളിലും ലഘുലേഖകളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബാസിന്റെ നേതൃത്വത്തിൽ പണ്ഡിത സമിതി ഏർപ്പെടുത്തിയ ഒരു ഫത്വ ഇപ്രകാരമാണ്: ചന്ദ്രമാസാരംഭം നിർണയിക്കാനുള്ള മാർഗമെന്ന് ശഅബാൻ 29 മാസപ്പിറവി ദർശിച്ചതായി വിശ്വസ്തനായ ഒരാളോ റമദാൻ 29 മാസപ്പിറവി കണ്ടതായി വിശ്വസ്തരായ ഒന്നിലേറെ അതിനാൽ വീണ്ടും ഒരുക്കമാണെന്ന് അവിടെ അറിയിച്ചു. വാർത്തയുടെ അവസാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ പണ്ഡിതർ കാര്യങ്ങൾക്ക് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ എത്ര സമയം അവശേഷിക്കുമെന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് 20 മിനിറ്റോ അതിൽ കൂടുതലോ കുറവോ എന്നൊന്നും നോക്കേണ്ടതില്ല. സൂര്യാസ്തമന ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എടുക്കുന്ന സമയം കണക്കാക്കണമെന്ന് ഹദീസുകളിൽ പറയുന്നില്ല. സൗദി അറേബ്യ അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാൻ അയച്ചു. അതിന്റെ പൂർണ്ണരൂപം താഴെ ചേർക്കുന്നു. മുജാഹിദിന്റെ മൗലവിക്ക് ഒരു കത്ത്. ബഹുമാന്യന സ്നേഹിതൻ അബ്ദുറഹ്മാൻ സലഫിക്ക് MI മഹത്തത് ഡോക്ടർ കൊയലോക്കി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നീ മരിച്ചിരിക്കുന്നു, കിടക്കണ കബറിൽ. ഇവൻ അറിയില്ലേ ഞാൻ മരിച്ചിട്ടില്ല. ഇത് കണ്ണുകൊണ്ട് കണ്ടാ അറിയില്ലേ കണക്ക് തെറ്റി ഇതാക്ക മനസ്സിലാത്തത്. എന്നിട്ട് മുസ്ലിമീങ്ങളെ പെരുന്നാളിനും ഭിന്നിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, മക്ബറയിൽ ഭിന്നിപ്പ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഭിന്നിപ്പ്, ജുമഅക്ക് ഭിന്നിപ്പ്, റമദാന്റെ രാത്രി ഭിന്നിപ്പ്. അവസാനം ഒരു സന്തോഷമുള്ള മുസ്ലിമീങ്ങളെ ചെയ്യുന്നതും അവരുടെ അനന്തരാവകാശം സ്വീകരിക്കുന്നതും അവരെ അറുത്തത് തിന്നുന്നതും അവരുമായി വിവാഹം നടത്തുന്നതെല്ലാം വിശ്വസിക്കുന്നു. ഒരുപാട് പറയാൻ ഇതിൽ പറയുന്നത് മൗലവിമാർ ഇതുവരെ പറഞ്ഞ നാളികേരത്തിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ പറയുന്നത് സെൽഫിയിൽ പറഞ്ഞ് കൊടുക്കണ്ടെന്നാണ്. നിങ്ങളുടെ രണ്ടാം പ്രബന്ധത്തിൽ അതിനെയെല്ലാം കെണിച്ചെന്ന് വരുത്തി പുകമറയിലൂടെ രക്ഷപ്പെടാൻ വിപുല ശ്രമം നടത്തി പറഞ്ഞത്. ഇപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞ അങ്ങനെ സക്കാത്തിന്റെ സെല്ലും കമ്മിറ്റി ഉണ്ടാക്കി പിരിവെടുക്കാൻ പാടില്ല, ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ നടത്താനുള്ള സന്നദ്ധത ഞാൻ വെളി പുസ്തകത്തിൽ പറയുന്നു. ഇങ്ങനെ തുടങ്ങി ഇതിലുള്ളതൊക്കെ ഇപ്പൊ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. വീടി വലിച്ചാൽ ഇമാമത്ത് നിർത്താൻ പറ്റൂല. എന്നിട്ട് എത്രയോ മൗലവിമാര് വീടി വലിക്കുന്നവരുണ്ട് എന്ന് വലിയ സങ്കടത്തോടെ ഈ ബുക്കിൽ പറയും. മർഹൂം എന്ന് വിളിച്ചാൽ വിദേഹത്താണെന്ന് ഈ ബുക്കിൽ പറയും. എല്ലാ മൗലവിമാരെ പേരിലൂടെ മർഹൂം എന്ന് വിളിച്ചിട്ടാ കാണല്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ പറയുന്നത്? മുജ്തഹിദ് മുതലക്ക് നമ്മളോട് ഇതുവരെ പറഞ്ഞ് ഷാഫി മദ്ഹബൊന്നും വേണ്ട, ഞമ്മക്ക് എന്താ നല്ല ഇജ്തിഹാദാണ്. ഈ ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമ്മളെ സ്കൂളിലും നമ്മളെ കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്നത് ഷാഫി മദ്ഹബാണ്. ഇന്ന് വരെയും മുജാഹിദിന്റെ കോളേജിലൊക്കെ പഠിപ്പിച്ചത് ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് എന്ന് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു. ഇനിയും നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതില് ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് നമ്മളെ മുജാഹിദ് കോളേജിൽ പഠിപ്പിച്ചത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ സിഫത്തുകളും മറ്റും വിവരിക്കുന്ന ഹദീസുകൾ വ്യാഖ്യാനിക്കണം എന്ന് പറയുന്ന മനാഹിറുൽ ഇർഫാന്, റിസാലത്തു തൗഹീദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ് മുജാഹിദിന്റെ സർവ്വ കോളേജിലും ഇന്ന് വരെ പഠിപ്പിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് ഇന്ന് വരെയും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല.
എന്നും ഇതിൽ പറയും. എന്നിട്ട് പറയാണ്, നമ്മൾ തൗഹീദ് വേണ്ടതുപോലെ 2001 ജൂൺ 4-ാം തീയതി വരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് മുമ്പ് കാലത്ത് മരിച്ചുപോയി മൗലവിമാരിൽ തൗഹീദ് ഇല്ലാതെ മരിച്ചുപോയി. ഇപ്പൊ ആരാ സ്വർഗത്തിൽ ഉണ്ടാകുക? നമ്മളെ അബ്ദുറഹ്മാൻ സൽഫി കുറ്റ്യാടി വന്നിട്ട് പറഞ്ഞു, ഇബ്നു തൈമിയ പറഞ്ഞു, KM മൗലവി പറഞ്ഞു, വക്കം മൗലവി പറഞ്ഞു, മറ്റേ മൗലവി പറഞ്ഞു, ഒന്നും പറയണ്ട, ഖുർആനിലും ഹദീസിലുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ എന്ന്. ഇബ്നു ബാസ് പറഞ്ഞാലും സ്വീകരിക്കുള്ളൂ, ഒന്നും ഖുർആനിലും ഹദീസിലുള്ളതേ സ്വീകരിക്കുള്ളൂ. അപ്പൊ ഇബ്നു ബാസ് രാമായണം നോക്കിയാ പറഞ്ഞത്, KM മൗലവി ഭഗവത്ഗീത നോക്കിയിട്ടാ പറഞ്ഞത്, വക്കം മൗലവി ബൈബിൾ നോക്കിയിട്ടാ പറഞ്ഞത്. അവരൊക്കെ ജനങ്ങളെ പറ്റിച്ച് ഞങ്ങൾ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ ഹദീസ് പറയുന്നു എന്ന് പറഞ്ഞല്ലേ ഈ സാധു ജനങ്ങളെ പറ്റിച്ചത്. അപ്പൊ നിങ്ങൾ പറയുന്ന അവരാരും പറഞ്ഞു സ്വീകരിക്കേണ്ട ഖുർആൻ നോക്കണോ? അപ്പൊ ഖുർആൻ നോക്കാൻ വേണ്ടി അള്ള ലോകത്തിറക്കിയ ഒരേ ഒരു മനുഷ്യൻ അബ്ദുറഹ്മാൻ സൽഫി. അയാൾക്ക് മാത്രം ഖുർആൻ മനസ്സിലാകും, വേറെ ആർക്കും മനസ്സിലാകുന്നില്ല. ഇത് വിശ്വസിക്കാൻ മാത്രം ഒരു ബുദ്ധിയുള്ള മനുഷ്യന് കിട്ടുവോ? അതുകൊണ്ട് ഞാൻ ദീർഘമായി ഇനിയും സംസാരിക്കുന്നതിൽ 1000 കാര്യങ്ങൾ പറയാനും. ഇതിൽ പറയുന്നത് കേരളത്തിലെ നമ്മളെ സുന്നികള് മുജ്തഹിദ് മുത്തലക്കില്ല, മുജ്തഹിദ് മുത്തലക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് അടക്കം എല്ലാ നേതാക്കന്മാരും പറയുന്നത്. ഇമാമിങ്ങളായ മുജ്തഹിദ് മുത്തലക്കുകൾ ഇല്ല എന്നാണ്. എന്നാൽ നമ്മൾ മാത്രം കേരളത്തിൽ കുറച്ച് മുജ്തഹിദ് മുത്തലക്കുകൾ ഉണ്ടായിപ്പോയതാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ നല്ല രസമുണ്ട്. നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്ത് പറയാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിലും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നൊരു സന്ദേഹമില്ല. നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജമിയത്തുലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബ് സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. നമ്മുടെ അഭിമാനകരമായ ഈ നേട്ടത്തെ സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെയും ശിഷ്യഗണങ്ങൾ ഉണ്ടെങ്കിൽ വിലമതിക്കാനിടയുണ്ട്. എന്നാൽ നമ്മുടെ നേതാക്കളുടെ ആദർശ വ്യതിയാനം പരിശോധിക്കാനുള്ള മാറ്റുകല്ലുകളാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന ഗൾഫിലെ സെലഫികൾ നമ്മുടെ അഭിമാനകരമായ നേട്ടം കേട്ടാൽ മൂക്കത്തി വിരൽ വെക്കാതിരിക്കില്ല. കാരണം ഗൾഫ് സെലഫികളുടെ സ്ഥിരാകേന്ദ്രമായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു ജിബ്രീൽ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുല്ലാഹ് അൽ ഖദയാൻ തുടങ്ങിയ പ്രഗൽഭ പണ്ഡിതന്മാർ ഒന്നും തന്നെ തങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണെന്ന് വാദിക്കാറില്ല. അപ്രകാരം ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ്, ഷെയ്ഖ് നാസിർ സഅദി ബ്രാക്കറ്റിൽ അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്നുണ്ട് തുടങ്ങിയവർ പോലും മുജ്തഹിദ് മുത്തലക്കുകളാണെന്ന് ഗൾഫ് സലഫികൾ പറയുന്നില്ല. എന്തിനധികം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോലും ഞാനൊരു തനി മുജ്തഹിദാണെന്ന് വാദിച്ചിരുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് എഴുതുന്നു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ തമീമി അൽ ഹംബലി വിശ്വാസ രംഗത്ത് സച്ചരിതരായ പൂർവികരുടെ മാർഗമാണ് സ്വീകരിച്ചിരുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിൽ അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് സ്വീകരിച്ചവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെയും അനുയായികളുടെയും കൃതികളും മതവിധികളും അത് വ്യക്തമാക്കുന്നു. മുഖ്തസറുൽ ഫതാവ വ മലാഖാത്ത് പേജ് 477. നോക്കൂ, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും ഗൾഫ് സലഫിയും തമ്മിലുള്ള അന്തരം 50 വർഷത്തിനിടയ്ക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മുജ്തഹിദ് മുത്തലക്കുകളെ വാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പടവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുജ്തഹിദ് മുത്തലക്കിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. തനി മുജ്തഹിദുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മുജ്തഹിദ് മുത്തലക്ക് ഉണ്ടാകാനുള്ള സാധ്യത പോലും അവർ തള്ളിക്കളയുന്നു. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ സൗദി അറേബ്യയിലെ പണ്ഡിത സമിതിയുടെ മുഖോത്തരമായ മജല്ലത്തുൽ ബുഹൂസ് മാസികയിൽ എഴുതുന്നത് നോക്കുക. നവനവങ്ങളായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിനാൽ അവയുടെ മതവിധികൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ കാലത്തും മുജ്തഹിദുകൾ ആവശ്യമാണ്. ഇസ്ലാം എല്ലാ കാലത്തേക്കും എല്ലാ പ്രദേശങ്ങൾക്കും യോജിച്ച ആദർശമാണ്. ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും നിർദ്ധരിച്ചെടുക്കുന്ന വിജ്ഞാനങ്ങൾ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വലിയ മുതൽക്കൂട്ടാണ്. പക്ഷേ ആരാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ളത്? മുജ്തഹിദ് മുത്തലക്കിനെ നമുക്ക് ആശിക്കാൻ പോലും സാധ്യമല്ല. അത്തരം മുജ്തഹിദുകളുടെ അഭാവത്തെക്കുറിച്ച് വളരെ കാലം മുമ്പ് മുതൽക്ക് തന്നെ പണ്ഡിതന്മാർ വിലപിച്ചിരുന്നു. മജല്ലത്തുൽ ബുഹൂസ് ലക്കം 14. ഇനിയും കേട്ടോളി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലും ഗൾഫ് സലഫികൾ മുജ്തഹിദ് മുത്തലക്കായി അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെയും മറ്റ് സലഫി പണ്ഡിതരുടെയും നിലപാട് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുല്ലാഹി മുഹമ്മദ് പറയുന്നത് നോക്കുക.
ഞങ്ങൾ ആരും ഇജ്തിഹാദ് മുത്ലഖിന് അർഹരല്ല, അപ്രകാരം ഞങ്ങൾ അവകാശപ്പെടുന്നുമില്ല. എന്നാൽ ചില പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം 4 ഇമാമുകളിൽ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ മദ്ഹബിൽ പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിലും ശരി. അബ്ദുറസ്സനിയ പാള്യം വന്ന് പേജ് 126. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമികൾ ഒരാൾ പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെങ്കിൽ ഒരു ഖുർആനും ഹദീസും ഞങ്ങൾ മനസ്സിലാക്കാനില്ല എന്നാണ് ഇബ്നു അബ്ദുൽ വഹാബും അനുയായികളും പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ മാത്രമാണ് മുത്തലഖിന്റെ ചെയ്തികളായിട്ട് എല്ലാ ഖതീബുമാരും രംഗത്ത് വന്നത് എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ എഴുതുന്നു. ഇതൊക്കെ ഞങ്ങൾ മുമ്പ് പറഞ്ഞല്ലേ. എന്നാ തീർന്നു. നമുക്ക് ഇജ്തിഹാദിന്റെ രസം വെക്കണോ? സുഹൈർ ചുങ്കത്തറ ഇജ്തിഹാദ് നടത്തിയിട്ട് ഇയാൾ പറഞ്ഞു ഇന്നും നിങ്ങൾ ആ കുറ്റം പറഞ്ഞാൽ ഇജ്തിഹാദല്ലേ, ആർക്ക് എന്തും ഇജ്തിഹാദ് കണ്ടുപിടിച്ചൂടെ? ഇജ്തിഹാദ് നടത്തിയിട്ട് സുഹൈർ ചുങ്കത്തറ പറഞ്ഞ് ഒരു നല്ല ഭാവി ഉണ്ടാണോന്ന്. എന്താണ് ആ നല്ല ഭാവി? കേട്ടോളി. സുഹൈർ സ്വപ്നം കാണുന്ന നല്ല നാളെ എന്തായിരിക്കും? സ്വർഗമായിരിക്കുമോ? എന്താണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളാരും എഴുതിയിട്ടോ സെൽഫി പബ്ലിക്കേഷൻസിന്റെ കേരളത്തിൽ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളും ആരോപണങ്ങൾ മറുപടി ശുദ്രഗതി. ഇതിലൊന്നും കൂടി വായിക്കേണ്ട, ഞാൻ വായിക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം. കേട്ടോളി. സുഹൈർ എഴുതുകയാണ്. സുഹൈർ ചുങ്കത്തറ ഇജ്തിഹാദ് ചെയ്തിട്ട് എഴുതുകയാണ്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പള്ളികൾ, അവിടെ ഇമാമും ഖതീബ് മുഅദ്ദിനും കമ്മിറ്റി, ആയിരക്കണക്കിന് കമ്മിറ്റി ഓഫീസുകൾ, വിവാഹ സഹായ സമിതികൾ, സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും സമീപിച്ച് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതക്കുണ്ടാവണമെന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ നാട്ടില് കുറെ കമ്മിറ്റിയും കാതിയും ഖതീബും എല്ലാം ആയിട്ട് ഒരു പെണ്ണിന് ഇതിന് അവസരമില്ല. എന്തിന്? എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാൻ. അങ്ങനെ ഖതീബ് വേണോ, പിന്നെ കാദിയാര് വേണോ, കമ്മിറ്റിക്കാരറിയണോ, പിന്നെ ഒരു നിക്കാഹ് ചെയ്യാൻ ഒരു വലിയ വരണോ, 2 സാക്ഷി വരണോ? ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു പെണ്ണിന് പറയാൻ സാധിക്കണം. എന്തെന്ന്? എന്നെ ഞാൻ നിനക്ക് തന്നു. അതാ പറയാൻ പോകുന്നത്. കേട്ടോ, ഇത് ഞാൻ എഴുതിയതല്ല, മുജാഹിദിന്റെ ബുക്കിൽ അവരെന്നെ എഴുതിയാണ്. എന്നെ ആരെങ്കിലും സമീപിച്ച് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതക്കുണ്ടാവണമെന്ന് ഞാൻ ആശിക്കുന്നു. അത് നടപ്പാക്കുന്ന ഒരു നല്ല നാളെ ഞാൻ സ്വപ്നം കാണുന്നു. സുഹൈർ ചുങ്കത്തറ എഴുതിയ ബഹുഭാര്യത്വം ആശങ്കക്കും ആശകൾക്കുമിടയിൽ പേജ് 99. 4 കെട്ടിന്ന് എന്റെ അറിവ്. ഇനിയും 3 പലരും വന്ന് പറയണം എന്ത്? എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു. ഇതിനെപ്പറ്റി ഞാൻ പറയല്ല, ഇതിനെപ്പറ്റി മുജാഹിദിന്റെ മൗലവി എന്നെ പറയട്ടെ. ഈ പറഞ്ഞ രീതിയിൽ ആ നാളെ വന്നാലുള്ള സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പള്ളിയുടെ പ്രസിഡന്റ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ യുവതികളും വിധവകളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നു. പ്രസിഡന്റ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടേ. യുവതികൾ അപ്പോഴതാ കമ്മിറ്റി സെക്രട്ടറിയെ കാണുന്നു. എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് അവർ അയാളോട് പറയുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് കമ്മിറ്റി മെമ്പർമാരുടെ വീടുകൾക്ക് മുമ്പിലും ഓഫീസുകൾക്ക് മുമ്പിലും പെൺകുട്ടികൾ എന്നെ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്ന കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ അറബി കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പിന്നാലെ വിദ്യാർത്ഥിനികൾ എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് സമീപിക്കുന്ന നല്ല നാളെ എത്ര സുന്ദരമായിരിക്കും. പള്ളിയിലെ ഖതീബിന്റെ പിന്നാലെ ഖുത്ബയ്ക്ക് ശേഷം അവിവാഹിതകളായ സ്ത്രീകൾ എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു എത്തുന്ന ആ നല്ല നാളെ എന്തുമാത്രം സുന്ദരമായിരിക്കും. അപ്പൊ സുഹൈർ ചുങ്കത്തറ ഇജ്തിഹാദ് ചെയ്ത് അയാൾ കണ്ടുപിടിച്ചതാണെന്ന് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്ന ഒരു സുവർണാവസരം ഇവിടെ ഉണ്ടാകണം വനിതകൾക്ക്. ഇജ്തിഹാദല്ലേ, ഇതിന് കുറ്റം പറയാൻ പറ്റുമോ? ഇജ്തിഹാദില് പിഴച്ചാലും കൂലിണ്ട് എന്നല്ലേ? കൂലിട്ടി. ഇപ്പോ നമ്മുടെ ആജി ഗ്രൂപ്പ് പറയുന്നു ഇജ്തിഹാദ് അനുസരിച്ച് ഓരോരുത്തർ ഓരോന്ന് പറയുന്നതിന് ആശയവ്യതിയാനായിട്ട് കണ്ടുകൂടല്ലോ എന്ന്. അത് ആശയവ്യതിയാനല്ലോ. അബ്ദുറഹ്മാൻ സലഫിയും എപി അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ ഞങ്ങളെന്ന് ആശയവ്യതിയാനം പറയുന്നു. ഇജ്തിഹാദ് അനുസരിച്ച് ഓരോരുത്തർ പറയുന്നു. ചുങ്കത്തറ ഇജ്തിഹാദ് അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു, അത് ആശയവ്യതിയാനല്ല. മറ്റേ ആള് വേറെ ഒന്ന് പറഞ്ഞു, അത് ആശയവ്യതിയാനല്ല. കാരണം ഇജ്തിഹാദല്ലേ, അതിന് പേച്ചാൻ ഒരു കൂലി ഉണ്ടെന്നല്ലേ. എന്നാ ഞാൻ പറയട്ടെ, ആചാര്യ ഗ്രൂപ്പിനോട് ഞാൻ ചോദിക്കുന്നു,
നിങ്ങൾക്ക് ആശയ വ്യതിയാനം നടന്നു വന്നു എന്നത് അത് അബ്ദുറഹ്മാൻ സലഫിന്റെയും എ.പി. അബ്ദുൽ മൗലവിയുടെയും ഇജ്തിഹാദിന് മനസ്സിലായതല്ലേ? അമ്പകയിലുണ്ടാവില്ല ഒരു കൂലി. നിങ്ങൾക്ക് ആശയ വ്യതിയാനം വന്നു എന്നുള്ളത് അവരെ ഇജ്തിഹാദല്ലേ? ഇജ്തിഹാദിന് മനസ്സിലാകുന്ന പറഞ്ഞ കൂലിട്ടൂലേ? അപ്പൊ എല്ലാരും മുജ്തഹിദുകളല്ലേ? എല്ലാരും ഇങ്ങനെ പറയുന്ന നിയമം പറയുന്നേ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതുകൊണ്ട് കഴിഞ്ഞോ? എ.പി. അബ്ദുൽ ഖാദർ മൗലവി തെരഞ്ഞെടുപ്പിൽ തോക്കൂന്ന് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, അന്നുണ്ടായ സംഭവം എന്താണ് ഇതിൽ പറയുന്നത്? എന്താ ഉണ്ടായത്? പുളിക്കല് മദീനത്തുൽ ഉലൂമില് സുബ്ഹാനല്ലാഹ് കുറെ ആളുകളെ കൊണ്ടുവന്നു പോലും. ആരെ? വലിയ ഗുണ്ടകളെ. ഇതെല്ലാം നമ്മൾ കുറെ കേട്ടതും കണ്ടതും. എന്തെല്ലാം ഗുണ്ടകൾ നമ്മൾ കേട്ടതാ? കേട്ടോളി. സംഹാര താണ്ഡവങ്ങൾ. ബഹുമാന്യനായ കെ.പിക്ക് ശേഷം നേതാവായി സ്വയം അവരോധിതനായ നമ്മുടെ ജനറൽ സെക്രട്ടറി സംഹാര താണ്ഡവങ്ങളുടെ കഥകൾ പലതും പറയാനുണ്ട്. ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ട പണ്ഡിത നേതാക്കളും മറ്റും ഉൾപ്പെട്ട സംസ്ഥാന കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കാനും എതിരായി വോട്ട് ചെയ്ത് കൈകാര്യം ചെയ്യാനും വേണ്ടി എറണാകുളത്തുനിന്ന് നൂർഷാ എന്ന പണക്കാരന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൗൺസിൽ ജാമിയ സലഫിയുടെ പവിത്രമായ ക്യാമ്പസിൽ കാവൽ നിർത്തിയിരുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി ഗുണ്ടകളുടെ മസിൽ പവറുള്ള കഴുത്തിൽ കട്ടിയുള്ള കറുത്ത ഐക്കല്ലും ചരടുകളും തൂങ്ങിക്കിടന്നിരുന്നു. അന്ന് വന്ന ഈ ഗൗഡികളെ കഴുത്തിൽ ഐക്കല്ല് ചരടുണ്ടായിട്ട് വരും. കാരണം എന്താ അറിയോ? ഈ മുജാഹിദിന്റെ ഒരു പഴയ നേതാവുണ്ട് കടവത്തൂരിൽ. അയാള് എടപ്പാറ കുഞ്ഞാമത് മൗലവി. അയാൾ ഇപ്പോഴും ഈ ഐക്കല്ല് എഴുതി കൊടുക്കുന്ന ആളാ. അയാളോട് വാങ്ങിയായിരിക്കും മുജാഹിദികൾ ഈ ഐക്കല്ല് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയാണ്, രാത്രിയും പകലും തങ്ങിയ ഗുണ്ടകൾ തിരിച്ചു പോയപ്പോൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ ക്യാമ്പസിൽ നിന്ന് ഒഴിവാക്കാൻ തൗഹീദിന്റെ ധീര പടയാളിയായ ജനറൽ സെക്രട്ടറിയും കോക്കസും ഏറെ പാടുപെട്ടു. തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം നടന്ന എറണാകുളം കൗൺസിലിലും ഈ ഗുണ്ടകൾ വിളയാടി. ഇതേ ഗുണ്ടാസംഘം തന്നെ വളയംകുളം MVM ഹൈസ്കൂൾ ഈടെ പലതവണ സംഹാര താണ്ഡവമാടി. പ്രദേശത്തെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും അന്നാട്ടുകാരായ ജനറൽ സെക്രട്ടറിയെ കൈയൊഴിച്ചപ്പോൾ MVM സ്കൂൾ പിടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി ആ ഗുണ്ടകളെ അല്ലാതെ ലഭിച്ചില്ല. MVM സ്കൂളിന്റെ ചെയർമാനാണത്രേ ഇദ്ദേഹം. സ്കൂളിന്റെ പ്രവർത്തകരെ തല്ലിത്തരച്ച് ആശുപത്രിയിലാക്കിയ ഗുണ്ടകൾ സ്ഥലം വിട്ടപ്പോഴും മദ്യക്കുപ്പികൾ കാലിയാകാതെ സ്കൂൾ ക്യാമ്പസിൽ കിടന്നിരുന്നു. അന്നാട്ടുകാരായ മനുഷ്യർ ചോദിക്കുന്നു, ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന്? ഇത് സലഫി പ്രസ്ഥാനം കേരളത്തിൽ മുജാഹിദീൻ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ, ആരോപണങ്ങളും മറുപടിയും പ്രസിദ്ധീകരണം സലഫി പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 2/6/2001. അപ്പൊ A.P. അബ്ദുൽ ഖാദർ മൗലവി മദ്യം വിളമ്പിയിട്ട് ഗുണ്ടകളെ നിർത്തി എന്നല്ലേ പറഞ്ഞത്? അതിന് ഞാൻ ചോദിക്കുന്ന ആര്യാര് ഗ്രൂപ്പുകാരോട്, നിങ്ങൾ എന്തിനാണ് A.P. അബ്ദുൽ ഖാദർ മൗലവിയെ ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹം ഒരു തികഞ്ഞ മുജ്തഹിദല്ലേ? മുജ്തഹിദുകളായ ആളുകൾക്ക് അവർ ഖുർആനും സുന്നത്തും നോക്കുന്ന സമയത്ത് അവർക്ക് ബോധ്യപ്പെടുന്നത് കള്ള് വിളമ്പിയാലും നമുക്ക് സെക്രട്ടറി ആകാൻ കഴിയുമെങ്കിൽ അൽ ഹർബ് ഖുദ്അ എന്ന ഹദീസും ഉണ്ടല്ലോ. അതാ യുദ്ധം എന്ന് പറയുന്നത് തന്ത്രമാണ് എന്നല്ലേ? അപ്പൊ കള്ള് വിളമ്പിയിട്ടെങ്കിലും സ്ഥാനം നിലനിർത്തണം എന്ന് അദ്ദേഹത്തിന്റെ ഖുർആൻ ഹദീസിലുള്ള ഇജ്തിഹാദിൽ മുജ്തഹിദ് മുതലക്കായ A.P.ക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അയാളെ എതിർക്കുന്നത് എന്നാണ് ഞാൻ ഹാജി ഗ്രൂപ്പിനോട് ചോദിക്കുന്നത്. ഇദാ ഖാഫലഹു അജ്റുൻ വാഹിദുൻ, പിഴച്ചാലും ഇജ്തിഹാദിന് ഒരു കൂലി ഉണ്ടാവുകയില്ലേ? ഞാൻ എന്റെ മുസ്ലിം സമുദായത്തോട് വിനയത്തോടെ ഹൃദയസ്പർക്കായി പറയട്ടെ. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത്, സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച, അതേ ഹദീസുകൾ നേരിൽ തന്നെ ഗ്രഹിച്ച ലോകപ്രശസ്ത പണ്ഡിതരായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാപണ്ഡിതന്മാരെ കൈയൊഴിച്ച് നമ്മൾ ഇത്തരത്തിൽ എന്തും പറയുന്ന കക്ഷികളെ പിന്നാലെ പോയി കുറെ ദിവസം കഴിയുമ്പോൾ മുമ്പ് തലാ ഫിലാത്രയിൽ വെച്ച് നിസ്കരിച്ച റസൂലുള്ളാഹിക്കെതിരായിരുന്നു, ഇജ്മാഇനെതിരായിരുന്നു, മാസപ്പറവി കണക്ക് നോക്കിയത് റസൂലുള്ളാഹിക്കെതിരായിരുന്നു എന്ന് പിന്നീട് എഴുതി പുസ്തകമിറക്കുന്ന കക്ഷി മരിക്കുന്ന സമയത്ത് കൈകടിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ഇരുന്നില്ലെങ്കിൽ ആരാണ് വിട്ടുവീഴ്ച ചെയ്യാനുള്ളത്? സഹോദരന്മാരെ, ഞാൻ ഇവിടെ കയറി വന്നപ്പോ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു, ഞാൻ പറഞ്ഞില്ലേ, ഈ വാഴക്കാട്ട് വെച്ച് കുറ്റ്യാടിയിൽ വന്ന് അവിടുത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച അബ്ദുള്ള കുട്ടി മൗലവിയുടെ പ്രവർത്തനം കൊണ്ട് അവിടെ മുസ്ലിമീങ്ങളെ പള്ളികളിൽ തർക്കമുണ്ടായി. ജുമുഅന്റെ ബാങ്ക് രണ്ടുള്ളതൊന്നായി. അവിടെ ഖുർആൻ ഓതുന്നത് നിർത്തി, ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി. അവിടെ ആകമാനം 10-11 മഹല്ലുകളിൽ
ഭിന്നിപ്പ് സൃഷ്ടിച്ചപ്പോ നാദാപുരത്തൊരു സംവാദം നടന്നു. അക്കാലത്ത് പ്രധാന ചർച്ചാ വിഷയം എന്താണ്? മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, വഫാത്തായി പോയ മഹാന്മാരെ വിളിച്ചാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നു. കാരണം അത് ഔലിയാഇന്റെ കറാമത്ത് മുഖേന ലഭിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ചർച്ച നടന്നു. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാണ്. അദ്ദേഹം പോലീസ് സൂപ്രണ്ട് സദസ്സ് നിയന്ത്രിക്കുകയാണ്. സദസ്സിൽ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അന്നത്തെ ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. അല്ലാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ വാഴക്കാട്ടുകാരനാണല്ലോ. സഹോദരന്മാരെ, അന്ന് എന്റെ വാപ്പ സദസ്സിലുണ്ട്. വാപ്പയിൽ നിന്ന് ഞാൻ ആ ചരിത്രം നേരിൽ കേട്ടിട്ടുണ്ട്. വലിയ കാളവണ്ടിയിൽ കിതാബുകൾ കൊണ്ടുവരുന്നു. അന്ന് ജീപ്പും കാറുമല്ല, കാളവണ്ടിയിൽ കിതാബ് കൊണ്ടുവരുന്നു. മൗലവിമാർ ഒരു ഭാഗത്ത് അണിനിരക്കുന്നു, ആലിമീങ്ങൾ വേറൊരു ഭാഗത്ത് അണിനിരക്കുന്നു. പ്രധാന ചർച്ചാ വിഷയം ഔലിയാ ഇനി മരിച്ചാൽ കറാമത്തുണ്ടോ ഇല്ലേ എന്നതാണ്. മൗലവിമാർ ഒരു ഉദ്ധരണി വായിക്കുന്നു. ലാ തൻഖത്തു കറാമത്തുൽ ഔലിയാഇ ബിമൗതിഹിം. മരണം കൊണ്ട് ഔലിയാഇന്റെ കറാമത്ത് നിലച്ചു പോകില്ല എന്ന് പറയുന്ന ഉദ്ധരണിയാണ് വായിക്കുന്നത്. പക്ഷേ നമ്മൾ അബ്ദുറഹ്മാൻ സലഫിയുടെ മുൻഗാമികളാണല്ലോ. അവര് വായിക്കുന്ന സമയത്ത് ലാ എന്ന അക്ഷരം ഒഴിവാക്കിയിട്ട് തൻഖത്തു കറാമത്തുൽ ഔലിയാഇ ബിമൗതിഹിം എന്ന് വായിച്ചു. ലാ ഒഴിവാക്കിയിട്ട് വായിച്ചു. അന്ന് ഇന്നത്തതുപോലെ മൈക്ക് സംവിധാനങ്ങളില്ല. മഹാനായ കണ്യത്ത് ഉസ്താദാണ് ഉറക്കെ ചോദിക്കാൻ നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരനായ പണ്ഡിതൻ. മഹാനായ ബഹുമാനപ്പെട്ട തർക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരിന്റെ കഥ ബഹുമാനപ്പെട്ട ഒരു സദസ്സിൽ നിന്ന് ചോദിച്ചു, ലാ കട്ടതോ വിട്ടതോ? ലാ തൻഖത്തു നിലച്ചു പോവുകയില്ല എന്ന സ്ഥലത്ത് ലാ എന്ന അക്ഷരം ഒഴിവാക്കി തൻഖത്തു എന്ന് വായിച്ച് അർത്ഥം പറയുന്നത് കേട്ടപ്പോ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ചോദ്യമാണ്, ലാ കട്ടതോ വിട്ടതോ? ഉടനെ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് ഉറക്കെ ചോദിക്കാൻ നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ഉറക്കെ ചോദിക്കുന്നു, ലാ കട്ടതോ വിട്ടതോ? സുബ്ഹാനല്ലാഹ്, സദസ്സിൽ മുഴുവനും വഹാബികൾ ലാ കട്ടു എന്ന് പാട്ടായി. അപ്പൊ ചിലർ പറയുന്നു ലാഭ കട്ടു. ഒരു തട്ടാനുണ്ടായിരുന്നു നാദാപുരത്ത്, അയാൾക്ക് ലായും അറിയില്ല ലാഭം അറിയില്ല. അയാൾ മനസ്സിലാക്കി എന്ത് ലാമ്പ് കക്കാനാ, എന്നാ പിന്നെ ലാമ്പ് കട്ടതായിരിക്കും. അങ്ങനെ വഹാബികൾ ലാമ്പ് കിട്ടു എന്നിട്ട് അയാൾ ഒരു പാട്ടുണ്ടാക്കി. അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ? എന്നാൽ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, പോലീസ് സൂപ്രണ്ട് ഉടനെ തന്നെ പറഞ്ഞു, ആരും ശബ്ദമുണ്ടാക്കരുത്, എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോകണം, ഇവിടെ വഹാബികളിൽ ആകട്ടതായി തെളിഞ്ഞിരിക്കുന്നു. ഖുതുബി മുഹമ്മദ് മുസ്ലിയാരി അധ്യക്ഷനാണ്, യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാദപ്രതിവാദം നാദാപുരത്ത് നടന്നു. ആദ്യത്തെ വാദപ്രതിവാദമാണ്. ഞാൻ പറയട്ടെ, അതിന് കാരണമായ കുറ്റ്യാടിയിലെ പ്രവർത്തനം ഈ വഴക്കാട്ടിൽ നിന്ന് തന്നെ പോയ അബ്ദുള്ള കുട്ടുപോലും നടത്തിയതായിരുന്നു. അവിടെ ഓലശെറ്റി കെട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തി, അറബിയിലുള്ള ഖുത്ബ രണ്ടാമതും ഉണ്ടാക്കി, അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും കർമ്മവും പഠിപ്പിക്കാൻ ഒരുങ്ങി. അങ്ങനെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ ഞാൻ പറയുന്നു, ഔലിയാക്കളും മുഹീദ്ദീൻ ശൈഖ് കാഫറാണ് നിങ്ങൾ അൽമനാറിൽ എഴുതിയില്ലേ? ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹിന്റെ പേരിൽ മൗലിദ് ഓതി പൊരുത്തം വാങ്ങിക്കോ. അതുപോലെ ബദരീങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിലെ മിമ്പർ അനുവദിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ അൽമനാറിൽ എഴുതിയില്ലേ? അതിന്റെ പേരിൽ നിങ്ങൾ തർക്കം കൂടിയില്ലല്ലോ. ആ അൽമനാറ് പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ ഭിന്നിച്ചില്ലല്ലോ. ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ആകുന്ന പ്രശ്നം വന്നപ്പോഴല്ലേ ഭിന്നിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചവരെന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസിനെ കെട്ടുകഥ പ്രചരിപ്പിച്ചവരെന്ന് അൽമനാറിൽ എഴുതിയിട്ട് നിങ്ങൾ ഭിന്നിച്ചില്ലല്ലോ. സെക്രട്ടറി സ്ഥാനത്തിനും പ്രസിഡന്റ് സ്ഥാനത്തിനുമല്ലേ ഭിന്നിച്ചത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഖുലഫാഉർ റാഷിദീങ്ങളെ പൊരുത്തം വാങ്ങി തൗബ ചെയ്തു. നബി കുടുംബം ബഹുമാനപ്പെട്ട അവയർത്ത് തങ്ങളുടെ അനുസ്മരണത്തോടുകൂടി റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ കാഫിറുകളാണെന്ന് പറയുന്നവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നബിയുടെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നതിന് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് തെളിവ് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അവയർത്ത് തങ്ങളുടെ കുടുംബ പരമ്പര തങ്ങൾ മുതൽ റസൂൽ വരെയുള്ള ഓരോ പിതാക്കളുടെയും പേര് വായിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗമുണ്ട്. നിങ്ങൾ സഹോദരന്മാർ കിട്ടുമ്പോൾ വാങ്ങി കേൾക്കണമെന്നറിയിക്കുന്നു. അതുപോലെ മുജാഹിദിലെ ഭിന്നിപ്പ് എന്ന പേരിൽ നേരത്തെ ഇറക്കിയ കേസറ്റുണ്ട്, നിങ്ങളത് കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ ചുരുക്കട്ടെ, അങ്ങനെ നമ്മൾ മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. വെറും ഒരു ബിസിനസ്സുകാരനായി തേങ്ങാ കച്ചവടം, കച്ചവടം നടത്തുന്ന എന്റെ പിതാവ് കുടുംബത്തിൽ പണ്ഡിതന്മാരൊന്നുമില്ലെങ്കിലും എന്നെ പള്ളി ദർസിലേക്ക് അയച്ച എന്റെ പിതാവിനോട് എന്റെ കടപ്പാട് എനിക്ക് ഒരു കാലത്തും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എന്റെ ഈമാന് രക്ഷിക്കാൻ
വിശ്വസിക്കാൻ, ഞാൻ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്ത് അത് പരിശുദ്ധ ഖുർആനിന്റെ തെളിവുള്ളതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, സഹാബത്ത് പഠിപ്പിച്ചതാണ്. അതിന് മറുവശത്തുള്ളത് മുഴുവനും പിഴച്ച പ്രസ്ഥാനമാണെന്ന് ആരുടെയും മുഖത്ത് നോക്കി വ്യക്തമായി പറയാനുള്ള തെളിവുകൾ എനിക്ക് സ്വന്തത്തിൽ തന്നെ എന്റെ ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് മനസ്സിലാകാൻ സാധിച്ചത് എന്റെ ബാപ്പ എന്നെ ദർശിച്ചത് കൊണ്ടാണെന്നത് കൊണ്ട് തന്നെ ആ ബാപ്പയുടെ സർവ്വദോഷങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. അതുപോലെ മുതഅല്ലിമീങ്ങളെ വളർത്താൻ രക്ഷിതാക്കൾ എപ്പോഴും മക്കളെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് രക്ഷിതാക്കളോട് പ്രത്യേകം പറഞ്ഞു. ചെറുപ്പക്കാർ മുതഅല്ലിമീങ്ങൾ നന്നായി കിതാബോധി പഠിക്കണം. ശഅബാനിലും റമദാനിലുമുള്ള നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ കളിച്ചു നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഓതിയ കിതാബുകൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. അത് ജീവിതത്തിൽ അമൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മുതഅല്ലിമീങ്ങളോട് വസിയത്ത് ചെയ്ത് ഈ പാവപ്പെട്ട ഞാൻ നന്നാകാൻ വേണ്ടി ഇൽമുനാഫിയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തു. നമ്മിൽ മരിച്ചുപോയവരുടെ ഒക്കെ പേരിൽ ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വാഴക്കാട്ടുള്ള പ്രവർത്തകന്മാരെ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം. നമ്മിൽ മരിച്ചുപോയവരുടെ ഒക്കെ പേരിൽ ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വാഴക്കാട്ടുള്ള പ്രവർത്തകന്മാരെ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം.